സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവു കടൽ. CI എബ്രാഹം മാത്യു ചെല്ലിക്കടപ്പുറത്തേക്ക് പോകാൻ വേണ്ടി മീശ പൂട്ടി എണീറ്റപ്പോഴാണ് കോൺസ്റ്റബിൾ ശശിധരൻ വാതിൽക്കലെത്തിയത്. എന്താടോ, താൻ വരുന്നില്ലേ എൻ്റെ കൂടെ? സർ. ശശിധരൻ സല്യൂട്ട് അടിച്ചു. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല സർ, അവനിങ്ങോട്ട് വന്നിട്ടുണ്ട്. ആര്? ശൗര്യയോ? അതെ സർ, SIയുടെ റൂമിന് വെളിയിൽ നിൽപ്പുണ്ട്. ഓഹോ, അവൻ ഒറ്റയ്ക്കാണോ അതോ ആരെങ്കിലും കൂടെയുണ്ടോ? ഒറ്റയ്ക്കാണ് സർ, കൂടെ ആരെയും കണ്ടില്ല. അപ്പോൾ ചെല്ലിക്കടപ്പുറത്തേക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്തെന്ന് താൻ തന്നെ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞേക്ക്. പറയാം സർ, അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ശശിധരൻ പോയി. 5 മിനിറ്റിനുള്ളിൽ അയാൾ ശൗര്യയെ കൂട്ടിക്കൊണ്ടുവന്നു. ശൗരി CIയുടെ ഓഫീസ് റൂമിൻ്റെ വാതിൽക്കൽ ഭവ്യതയോടെ നിന്നു. സർ, ഇവനാണ് ശൗരി. ശശിധരൻ തൻ്റെ മേലധികാരിക്ക് പരിചയപ്പെടുത്തി. ഇങ്ങോട്ട് കയറി വരണം. CI ചൂണ്ടുവിരൽ കൊണ്ട് ആംഗ്യം കാട്ടി വിളിച്ചു. ശൗര്യക്കുട്ടി അകത്തേക്ക് കയറി നിന്നു. ഇവിടെ വാടാ, ഇവിടെ. CI തൻ്റെ മേശയുടെ വലത് ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടി. ശൗര്യക്കുട്ടി അതേ സ്ഥലത്ത് ചെന്ന് നിന്നു. നീയാണോടാ ചെല്ലിക്കടപ്പുറത്തെ പുതിയ അവതാര പുരുഷൻ? പുതിയതല്ല സാറേ, ജനിച്ചു വീണത് ചെല്ലിക്കടപ്പുറത്താണ്. നീ വലിയ അഭ്യാസിയാണെന്ന് ജോൺസൺ പറഞ്ഞു, ശരിയാണോടാ? അങ്ങനൊന്നുമില്ല സാറേ, അടി വന്ന തടയാനുള്ള ചില ഉപായങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരടിച്ചാലും നീ തടയോ? എങ്ങനെ അടിച്ചാലും തടയോ? എവിടെ അടിച്ചാലും നീ തടയോ? ചിലതൊക്കെ തടയും, ചിലപ്പോൾ ഒഴിഞ്ഞു മാറും. CI എഴുന്നേറ്റു. ഞാൻ നിനക്കിട്ട് ഒരടി അടിക്കാൻ പോകുക, നീ തടയോ? എങ്കിൽ അതൊന്ന് കാണട്ടെ. അടിക്കാനുള്ള പാകത്തിൽ കൈ പാങ്ങിന് നിന്നുകൊണ്ട് CI വെല്ലുവിളിച്ചു. സാർ അടിച്ച അടി കൊള്ളുന്നിടം കൊണ്ട് ഞാൻ തടയും സാറേ, ശൗര്യക്കുട്ടി കൂസൽ എന്നെ പറഞ്ഞു. നീ കളിയാക്കുന്നോടാ മോനെ? പറഞ്ഞതും CI മിന്നൽ വേഗത്തിൽ വലങ്കൈ ആഞ്ഞു വീശിയതും ഒപ്പം കഴിഞ്ഞു. അടി വരുന്നത് ശൗരി നൊടിയിടയിൽ കണ്ടു. ശൗരി മുഖമൽപ്പം ചിരിച്ച് അടി പതിയും മുമ്പ് മുന്നോട്ടൊന്ന് വെട്ടിച്ചു. അടിയോളം തന്നെ ഊക്കിലും വേഗത്തിലുമായിരുന്നു ആ മുഖചലനം. CI എബ്രാഹം മാത്യുവിൻ്റെ അടി ശൗര്യയുടെ താടിയെല്ലിലാണ് പതിഞ്ഞത്. കന്നമറും പോലെ തൊണ്ടയിൽ നിന്നുയർന്ന ഞരക്കം എബ്രാഹം മാത്യു കടിച്ചമർത്തി. വലതുകരം പാറമേൽ തല്ലിയ ചേമ്പിത്തണ്ട് പോലെ ചതഞ്ഞ് താഴേക്ക് തൂങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് എബ്രാഹം മാത്യുവിന് മനസ്സിലായതുപോലുമില്ല. അടിച്ചു, അടി കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. പക്ഷേ അടിച്ച കൈ തകർന്നിരിക്കുന്നു. ശൗര്യ മരക്കുറ്റി പോലെ നിൽക്കുന്നു. CIയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. എത്ര നിയന്ത്രിച്ചിട്ടും അത് തടയാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് അസഹ്യമായിരുന്നു വേദന. വലത് കൈ വീണ്ടും ഉയർത്താൻ പോലും കഴിഞ്ഞില്ല. സാറിന് എന്നെ എത്ര വേണമെങ്കിലും അടിക്കാം, സാറിന് അതിനുള്ള പവറുണ്ട്. ഞാനിങ്ങനെ വെറുതെ നിന്ന് തരും. നാണക്കേടാകുമോ എന്ന് ശങ്കിച്ച് എബ്രാഹം മാത്യു തൻ്റെ കൈയിലേക്ക് നോക്കിയത് പോലുമില്ല. കണ്ണുനീർ തുളുമ്പുമെന്നായപ്പോൾ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. എന്നിട്ട് കണ്ണിലെ കരട് തൂക്കുന്നതായി ഭാവിച്ചുകൊണ്ട് വിരൽ കൊണ്ട് കണ്ണീർ വടിച്ചെറിഞ്ഞു. ശൗര്യയുടെ മുഖത്തേക്ക് നോക്കാൻ അയാൾക്ക് ലജ്ജ തോന്നി. അത് പുറമേ കാണിക്കാതെ വാതിൽക്കൽ നിന്ന ശശിധരനോട് പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യ്. ശശിധരൻ അപ്പോൾ തന്നെ ശൗര്യക്കുട്ടിയെ CIയുടെ മുറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവർ പോയ ശേഷം എബ്രാഹം മാത്യു കസേരയ്ക്കപ്പുറത്തേക്ക് തൂങ്ങിക്കിടന്ന തൻ്റെ വലതുകരം ഉയർത്താൻ ശ്രമിച്ചു. അത് വിഫലമായി. ഇടത് കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് ദുസ്സഹമായ വേദന കടിച്ചമർത്തി അയാൾ വലത് കൈ കണ്ണിനു മുന്നിലേക്ക് ഉയർത്തി. നിമിഷങ്ങൾക്കുള്ളിൽ അത് നീര് വന്ന് ചീർത്ത് ഇരവിഴുങ്ങിയ പെരുമ്പാമ്പിൻ്റെ വയർ പോലെയായി. എത്ര പേരുടെ ചികിട്ടത്തടിച്ച കൈയാണിതെന്ന് ആ നിമിഷം CI എബ്രാഹിം ഓർത്തു. കുറ്റവാളികളെ മാത്രമല്ല, നിരപരാധികളെയും അടിച്ചിട്ടുണ്ട്. അതെല്ലാം പോലീസ് ഉദ്യോഗത്തിൻ്റെയും കുറ്റം തെളിയിക്കുന്നതിൻ്റെ ഭാഗമാണ്. പലരും അടിയേറ്റ് തലകറങ്ങി വീണിട്ടുണ്ട്. ചിലരുടെ ചെവി അടഞ്ഞു പോയിട്ടുണ്ട്. അടിയേറ്റ് അബോധാവസ്ഥയിലായവരുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നിമിഷം തോറും വേദന കൂടി വരുന്നു. കയ്യിൽ നീര് വന്ന് പിന്നെയും പിന്നെയും വീർക്കുന്നു. ഹോസ്പിറ്റലിൽ പോവുകയല്ലാതെ മാർഗമില്ലെന്ന് എബ്രാഹം മാത്യുവിന് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ ഡ്രൈവറെ വിളിച്ച് വണ്ടി ഇറക്കാൻ പറഞ്ഞു. അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് ദൂരം ഇരട്ടിയാണെന്ന് തോന്നി. ഓരോ ചുവടുവയ്പിലും കൈ അനങ്ങുന്നു. വിരലുകളുടെ അറ്റം മുതൽ കൈമുട്ടിലൂടെ തോളിലൂടെ നാരുവേരുപടലം പോലെ വേദന തോൾ പലകയിലേക്കും പിൻകഴുത്തിലേക്കും പടർന്നു കയറുന്നു. CI ജീപ്പിലേക്ക് കയറിയിരിക്കാൻ ഏറെ ബുദ്ധിമുട്ടി. കൈ മടക്കാൻ വയ്യ.
വേദന, വേദന. ജീപ്പ് ഒരു കട്ടറിൽ ചാടിയപ്പോൾ വലത് കൈയിൽ വേദനയുടെ പൂത്തിരി കത്തിച്ചിതറി. ഹോസ്പിറ്റലിലെത്തി. ഓർത്തോയുടെ ഡോക്ടറെ ഉടൻ തന്നെ കാണണമെന്ന് അറ്റൻഡറോടും ഡ്യൂട്ടി നേഴ്സിനോടും ആവശ്യപ്പെട്ടു. ചീട്ടെടുത്ത ക്യൂവിൽ കാത്തുനിന്നവരെ പിന്തള്ളി CI ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ കടന്നു. ഇടത് കൈകൊണ്ട് വലത് കൈ ഉയർത്തി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സുദീപ് സുന്ദർ ആ കൈത്തലം പിടിച്ചപ്പോൾ എബ്രാഹിം മാത്യു ഷോക്കേറ്റ പോലെ ഞെട്ടിഞ്ഞരങ്ങി. ഇതെന്ത് പറ്റിയതാ? ആക്സിഡൻ്റ് ആണോ? ഡോക്ടർ തിരക്കി. അതെ, CI പറഞ്ഞു. എക്സ്റേ എടുക്കണം. ഡോക്ടർ വേഗം പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുത്തു വെച്ച് എക്സ്റേക്ക് കുറിച്ചു. കൈ ചതഞ്ഞിട്ടേ ഉള്ളൂന്ന് തോന്നുന്നു. അതിന് എക്സ്റേ വേണോ സർ? ഫ്രാക്ചറുണ്ട്, ഒരു സംശയവും വേണ്ട. ഡോക്ടർ, പെയിൻ സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ തരണം. ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കുറിച്ച് നേഴ്സിനെ വിളിച്ച് അക്കൂടെ എബ്രാഹിം മാത്യുവിനെ പറഞ്ഞയച്ചു. 1 മണിക്കൂറിന് ശേഷം എബ്രാഹിം മാത്യു എക്സ്റേ ഫിലിമുകളുമായി ഡോക്ടറുടെ മുറിയിലെത്തി. എക്സ്റേ ഷീറ്റുകൾ വെളിച്ചത്തിന് നേർക്ക് പിടിച്ച് പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, 3 വിരലുകൾക്ക് ഫ്രാക്ചറുണ്ട്. കൈപ്പത്തിയിൽ നിന്ന് വിരലുകൾ തുടങ്ങുന്ന ഭാഗത്താണ് ഫ്രാക്ചർ. ഇതെങ്ങനെ സംഭവിച്ചു? കൈ നിലത്തടിച്ച് വീണോ? വീണതല്ല, പക്ഷേ ഇതിപ്പോൾ നിസ്സാരമല്ല. 1.5 മാസം പ്ലാസ്റ്റർ ഇട്ട് നടക്കേണ്ടി വരും. പ്ലാസ്റ്റർ ഇടണമെങ്കിൽ കയ്യിൽ നീര് കുറയണം. അതുവരെ ഒരു ആംസ്ലിംഗ് പൗച്ച് ഇടേണ്ടി വരും. പെയിനിനുള്ള ടാബ്സ് ഞാൻ കുറിച്ച് തരാം. എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് പറയാമോ? ഡോക്ടറോട് സത്യം പറയണമെന്നാണല്ലോ. ഒരു ക്രിമിനലിനെ അടിച്ചതാണ്. ഡോക്ടർക്ക് ആശ്ചര്യമായി. ഒരാളെ അടിച്ചാൽ കൈ ഇങ്ങനെ ഫ്രാക്ചർ ആകുമോ? ഞാൻ മെഡിസിന് പഠിച്ച 7 വർഷവും പിന്നത്തെ 15 വർഷത്തെ സർവീസിലും ഇങ്ങനെയൊരു സംഭവം കേട്ടിട്ടില്ല. എൻ്റെ സർവീസ് എക്സ്പീരിയൻസിലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. പക്ഷേ സംഗതി സത്യമാണ്. ശൗരി എന്നാണ് അവൻ്റെ പേര്. കുഴപ്പക്കാരനാ. അവൻ്റെ ചെകിട്ടത്ത് ഞാനൊരടി കൊടുത്തു, അത്രയേ ഉള്ളൂ. ഡോക്ടർ അവിശ്വാസത്തോടെ തലയാട്ടി. ഏയ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. മനുഷ്യ ശരീരത്തിൽ എവിടെ അടിച്ചാലും ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ടാവില്ല. പാറയല്ലല്ലോ മനുഷ്യൻ്റെ മുഖം. എനിക്കും വിശ്വാസം വരുന്നില്ല ഡോക്ടർ. പക്ഷേ അവനൊരു അഭ്യാസിയാണ്. എന്ത് അഭ്യാസിയാണെങ്കിലും അടിച്ചത് താങ്കളല്ലേ, അയാളല്ലല്ലോ? ഡോക്ടർ ചോദിച്ചു. എവിടെയാ നിങ്ങൾ അടിച്ചത്? കൈ അലമാരയിലോ ഇരുമ്പ് തൂണിലോ ചെന്ന് കൊണ്ടിരുന്നോ? അവനോട് ഞാൻ അഭ്യാസിയാണോ എന്ന് ചോദിച്ചു. അടി തടയാനുള്ള വിദ്യ അറിയാമെന്ന് അവൻ പറഞ്ഞു. എങ്ങനെ തടയും എന്ന് ചോദിച്ചപ്പോൾ അടി കൊള്ളുന്നിടം കൊണ്ട് തടയും എന്ന് പറഞ്ഞു. അതെന്നെ ആക്കിയതാണെന്ന് തോന്നി. കൈ നിവർത്തി സർവശക്തിയും എടുത്ത് ഞാൻ അടിച്ചു. എൻ്റെ കൈ വീശലിനേക്കാൾ സ്പീഡിൽ അവൻ മുഖം ഒന്ന് വെട്ടിച്ചു. ഡോക്ടർ CAയുടെ കൈയിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി. അവൻ പറഞ്ഞത് വെറുതെയല്ല. അഭ്യാസിയാണ്. കൊള്ളുന്നിടം കൊണ്ട് തടയുകയല്ല, കൊള്ളുന്നിടം കൊണ്ട് തിരിച്ചടിക്കുക അവൻ ചെയ്തത്. താങ്കൾ 100 മൈൽ സ്പീഡിലാണ് കൈ വീശിയതെങ്കിൽ അവൻ അതിനേക്കാൾ സ്പീഡിലാണ് ആ അടിയേറ്റത്. അവൻ്റെ താടിയെല്ലുകൊണ്ട് അവൻ അടിയെ നേരിട്ടത്. അവനെ എന്ത് ചെയ്തു? ലോക്കപ്പ് ചെയ്തു. തിരിച്ചു ചെന്നിട്ട് വേണം ബാക്കി നടപടി. താങ്കൾ ഇനി കൈ അനങ്ങുന്ന ഒരു പണിക്കും പോകരുത്. ആ കൈക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണം. CI എബ്രാഹിം മാത്യു എന്ന് തലയാട്ടി. കൈ ആംസ്ലിംഗ് പൗച്ചിലിട്ട് ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നുകളും വാങ്ങി അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി. ജീപ്പിൽ നിന്നിറങ്ങും മുമ്പ് ആംസ്ലിംഗ് പൗച്ച് അഴിച്ചു മാറ്റിവെച്ചു. അതുമായി സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് പരിഹാസ്യമായി അയാൾക്ക് തോന്നി. ശൗര്യക്കുട്ടിയെ അടച്ചിട്ട ലോക്കപ്പിന് മുന്നിൽ ചെന്ന് അയാൾ നിന്നു. ശൗര്യക്കുട്ടി നിലത്തിരിക്കുകയായിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ കൈകൾ മാറത്ത് കെട്ടിയിട്ട് എബ്രാഹിം മാത്യു ആജ്ഞാപിച്ചു. എഴുന്നേക്കടാ. ശൗര്യക്കുട്ടി എഴുന്നേറ്റു. ഇങ്ങടുത്തു വാടാ. ശൗര്യക്കുട്ടി അഴിവാതിലിനടുത്തേക്ക് ചെന്നു. എബ്രാഹിം മാത്യു ഇരുമ്പഴിക്കുള്ളിലൂടെ ഇടത് കൈ അകത്തേക്കിട്ട് ശൗര്യക്കുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. രാത്രി ആയിക്കോട്ടെ. സാറ് വരാൻ പറഞ്ഞിട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നത്. എൻ്റെ പേരിലുള്ള കേസ് എന്താ, പരാതി എന്താ എന്നൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഒരു സമാധാനമുണ്ടായിരുന്നു. നിന്റെ പേരിൽ 1 അല്ല 4 പരാതികളാ. നീ ആൻ്റപ്പൻ എന്നൊരുത്തൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ ഉപദ്രവിച്ചു. സൈമൺ തരകൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് പോലീസ് ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്ന് അയാളെ വെല്ലുവിളിച്ചു. അയാളുടെ വീട്ടിലേക്ക് വന്ന അതിഥികളെ അപമാനിച്ചു. അതിനെല്ലാം മുമ്പ് നിന്റെ പേരിൽ പൊളുങ്കുന്ന് പോലീസ് സ്റ്റേഷനിലും നെടുമുടി പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. കൈനഗിരി നോർത്തിലെ ഒരു റിസോർട്ട് അടിച്ചു തകർക്കുകയും അവിടെയുള്ള ജോലിക്കാരെയും താമസക്കാരെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത കേസ്. സാറേ,
അതിനെല്ലാം മുമ്പ് വേറൊരു കേസുണ്ട്. 10 കൊല്ലം മുമ്പ് ശൗര്യക്കുട്ടി എന്നൊരു ബാലനെ കാണാതായി. അവനെ കൊന്നുകൊണ്ടുപോയി കടലിൽ കെട്ടിത്താഴ്ത്തിയ കേസ്. സൈമൺ തരകനെതിരെ എൻ്റെ അമ്മയും ആക്ഷൻ കമ്മിറ്റിയും കൊടുത്ത പരാതികൾ. അതേപറ്റി സാർ എന്തെങ്കിലും തിരക്കിയോ? ശൗര്യക്കുട്ടി ചോദിച്ചു. അത് കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞില്ലേ? നീ ഇപ്പം ജീവനോടെ ഉണ്ടല്ലോ. സാറേ, പരാതി നിലവിലുണ്ടല്ലോ. ഒരാളെ കാണാണ്ടായ അയാളുടെ ശവമെങ്കിലും കണ്ടുകിട്ടണതുവരെ കേസ് തീരണില്ലല്ലോ. ഞാൻ തിരിച്ചു വന്നപ്പം ഏതെങ്കിലും പോലീസ് അന്വേഷിച്ചോ ഞാൻ എവിടെ ആയിരുന്നെന്ന്? എനിക്ക് എന്നതാ സംഭവിച്ചെന്ന്? എന്നെ ആരെങ്കിലും കൊല്ലാൻ കൊണ്ടുപോയതാണോ അതോ ഞാൻ ഒളിച്ചോടി പോയതാണോന്ന് ശൗര്യക്കുട്ടി ശൗര്യം വിടാതെ ചോദിച്ചു. ഞാനിവിടെ വന്ന് ചാർജ് എടുത്തിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇവിടുത്തെ കേസുകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എനിക്കിപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ പരാതികളാ പ്രധാനം. പഴയ കേസുകളൊക്കെ പിന്നീട് പരിഗണിക്കും. പരിഗണിച്ചാൽ മതി. എൻ്റെ പേരിൽ ഇനിയും കേസുകൾ വരും സാറേ. അതിൽ പലതിലും ഞാൻ കുറ്റക്കാരനായിരിക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളാ, അറിയാണ്ട് ചെയ്യണതല്ല. അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ ഒരുപാട് സഹിച്ചതാ. നീതിയും നിയമവും പൈസയുടെ കൂടെ നിൽക്കത്തുള്ളൂന്ന് എനിക്കറിയാം. സാറേ, എൻ്റെ കയ്യിൽ പൈസയുണ്ട്. സൈമൺ തരകന് പകരം വരാൻ പോണ തരകൻ ഞാനാ. സൈമൺ തരകനെ ഞാൻ പൊളിക്കും. എതിർക്കുന്നവരെ എല്ലാം ഞാൻ പൊളിക്കും. അതിനുള്ള ചങ്കൂറ്റവും ഈടും ഉണ്ട് സാറേ. അല്ലെങ്കിൽ സാറിനെ ഈ ലോക്കപ്പിലിട്ട് ഇന്ന് രാത്രി തന്നെ കൊല്ലണം. എബ്രാഹിം മാത്യു ശൗര്യക്കുട്ടിയെ അടിമുടി നോക്കി. ഒത്ത ശരീരം, കൈത്തണ്ടകൾ കണ്ടാലറിയാം കായബലം. മാംസളതയല്ല. കവിളെല്ലുകളും താടിയെല്ലുകളും ഉയർന്ന മൂക്കും പരന്ന നെറ്റിയുമാണ് ചതുരമുഖത്തിൻ്റെ പ്രത്യേകതകൾ. വശ്യതയല്ല, ദൃഢതയാണ് മുഖമുദ്ര. എബ്രാഹിം മാത്യു ഒന്നും മിണ്ടാതെ തൻ്റെ ഓഫീസിലേക്ക് പോയി. എങ്ങിലിടാത്തത് കൊണ്ട് കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ ശശിധരനെ വിളിച്ച് അയാൾ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോന്നു. രാത്രി അവനെ വേണ്ട പോലെ കൈകാര്യം ചെയ്തേക്കണം. പുറമേ പരിക്കുകളൊന്നും കാണരുത്. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. തുണിയിൽ പൊതിഞ്ഞ ഇഷ്ടികയും കിലോ കട്ടിയും ഉപയോഗിക്കാം. തകരാത്ത ഒരൊറ്റ മസിൽ പോലും അവൻ്റെ കാലിലും കയ്യിലും ഉണ്ടാകരുത്. പുന്നപ്രയിൽ നിന്ന് ഗർവാസീസിനെ കൂടി വിളിച്ചോ. അവൻ കൈവച്ച 6 മാസത്തിനകം സിദ്ധി കൂടിക്കോളും. ശശിധരൻ തലയാട്ടി സമ്മതിച്ചു. അഭ്യാസിയാണവൻ. വിലങ്ങിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. വീണ് കഴിയുമ്പോൾ വിലങ്ങഴിച്ച് മാറ്റിയേക്കണം. അത്രയും കൂടി പറഞ്ഞിട്ട് എബ്രാഹിം മാത്യു ഓഫീസിൽ നിന്നിറങ്ങി. ബൊലീറോ ജീപ്പിൽ ചെന്ന് കയറി. ആംസ്ലിംഗ് പൗച്ച് വലം കൈയിൽ ഘടിപ്പിച്ചു. എന്തോ ഒരാശ്വാസം. ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞ് അയാൾ സീറ്റിൽ ചാരിക്കിടന്നു. ഇടത് കൈക്കൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് പുന്നപ്ര സ്റ്റേഷനിലേക്ക് വിളിച്ച് ഹെഡ് കോൺസ്റ്റബിൾ ഗർവാസീസിനെ വൈകുന്നേരം മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശിച്ചു. രാത്രി 11 മണി കഴിഞ്ഞു. ഗർവാസീസ് 8 മണിക്ക് എത്തിയിരുന്നു. 6.25 അടി ഉയരവും അതിനൊത്ത തടിയുമുണ്ട് അയാൾക്ക്. വന്നയുടനെ അയാൾ ലോക്കപ്പിൻ്റെ മുന്നിൽ ചെന്ന് കൈകാര്യം ചെയ്യേണ്ട ഉരുവിനെ കണ്ടു. ഒരുത്തനെ ഇങ്ങനെ ഇടിച്ചൊതുക്കാൻ കിട്ടുന്നത് ഗർവാസീസിനൊരു ഹരമാണ്. ഓരോ ഇടിയും അയാളെ ഉത്തേജിപ്പിക്കും. പൈശാചികമായ ഒരു ഉന്മാദത്തിൽ അയാളുടെ ശരീരം ത്രസിക്കും. ചൂട് ചോരയ്ക്കും ഇളമാംസത്തിനും വേണ്ടി കൊതിക്കുന്ന ചെന്നായുടെ ആക്രാന്തമാണ് പിന്നെ. ഒരമർദ്ദനത്തിൻ്റെ പേരിൽ പലപ്പോഴും സസ്പെൻഷനും ട്രാൻസ്ഫറും കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ പദവിയിൽ ഇരിക്കേണ്ട ആളാണ് ഗർവാസീസ്. 11:30 മണിയായി. നാഷണൽ ഹൈവേ 47-ൽ വാഹനങ്ങളുടെ നീക്കം നന്നേ കുറഞ്ഞു. സ്റ്റേഷന്റെ അടിത്തറയെ വിറപ്പിച്ചുകൊണ്ട് അരവണ്ടികൾ ഇടയ്ക്കിടെ കടന്നുപോയി. ഗർവാസീസും 5 കോൺസ്റ്റബിൾമാരും കൂടി ലോക്കപ്പിന്റെ മുന്നിലെത്തി. ശൗര്യക്കുട്ടി നിലത്ത് ചുമരിച്ചാരി കാൽമുട്ടുകളിലേക്ക് മുഖം വെച്ച് ഉറക്കം തൂങ്ങുകയാണ്. വാതിൽക്കൽ നിന്നവരുടെ നിഴലുകൾ കമ്പിയടികൾക്കിടയിലൂടെ അവൻ്റെ മേൽ വീണു. കോൺസ്റ്റബിളിൽ ഒരാൾ മെല്ലെ ലോക്കപ്പിന്റെ പൂട്ട് തുറന്നു. ശബ്ദമുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ശൗര്യക്കുട്ടിയുടെ പൂച്ചച്ചെവികൾ അപകടം പിടിച്ചെടുത്തു. അവൻ ഉണർന്നു. ഗർവാസീസും മറ്റ് 5 പേരും ലോക്കപ്പിൽ കടന്നു. അവരുടെ കയ്യിൽ തുണിയിൽ പൊതിഞ്ഞ കിലോ കട്ടികളും ചുടുകട്ടകളും ഉണ്ടായിരുന്നു. ശൗര്യക്കുട്ടി എഴുന്നേറ്റ് ചുമർ ചാരി നിന്നു. ഒരാൾ ലോക്കപ്പ് അടച്ച ഓടാമ്പലിട്ടു. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. 3 പേർ വീതം ശൗര്യയുടെ ഇരുവശത്തുമായി ചെന്ന് നിന്നു. ഒരാൾ ശൗര്യയുടെ നേർക്ക് കൈവിലങ്ങ് നീട്ടിക്കാണിച്ചു. എന്നെ വിലങ്ങ് വെക്കാനാണോ 6 പേർ? ഞാൻ എതിർക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒരിക്കലുമില്ല. ദാ, നിങ്ങൾ സൗകര്യമായിട്ട് വിലങ്ങ് വെച്ചു. 2 പേർ വീതം അവൻ്റെ ഓരോ കൈയിലും കടന്നു പിടിച്ചു. നിന്നെ അങ്ങനെയല്ല വിലങ്ങ് വെക്കാൻ പോകുന്നേ. കൈ
പുറകിലോട്ട് പിടി, ഗർവാസിസ് പറഞ്ഞു. ശൗര്യക്കുട്ടിയുടെ കൈ രണ്ടും അവർ ബലമായി പുറകോട്ട് വളച്ചുകൊണ്ടുപോയി വിലങ്ങണീച്ചു. സിയെ അദ്ദേഹം വീട്ടിലോട്ട് പോകുന്നതിനു മുമ്പ് ഒരു കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. നിന്നെ മര്യാദക്കാരനാക്കണമെന്ന് കോൺസ്റ്റബിൾ രവീന്ദ്രൻ പറഞ്ഞു. ഞാൻ മര്യാദക്കാരനാ സാറേ. മര്യാദക്കാരോട് ഞാൻ എന്നും മര്യാദയായിട്ടേ പെരുമാറിയിട്ടുള്ളൂ, ശൗര്യക്കുട്ടി വിനയത്തോടെ പറഞ്ഞു. സാറേ, എത്ര വലിയ മുട്ടാളിനെയാണെങ്കിലും ഇങ്ങനെ കൈ പുറകോട്ട് വെച്ച് വിലങ്ങിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത് മോശമല്ലേ? ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. കുറ്റം തെളിയിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇതങ്ങനെയാണോ? ചെയ്ത കുറ്റമെല്ലാം ഞാൻ സമ്മതിച്ചതല്ലേ? നീ വലിയ അഭ്യാസിയല്ലേടാ നായിൻ്റെ മോനെ. നീ സിയെ അദ്യത്തോട് എന്താ ചെയ്തേ? അദ്യത്തിൻ്റെ വലത് കൈ അനക്കാൻ വയ്യല്ലോ, ശശിധരൻ ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ലല്ലോ. സാറ് കണ്ടുകൊണ്ട് നിന്ന ആളല്ലേ? സിയെ സാർ എൻ്റെ ചുകിട്ടത്തടിച്ചു. ഞാൻ അനങ്ങാണ്ട് നിന്ന് കൊണ്ടു. എടാ, നീ ആർത്തുങ്കളെ ജോൺസൺ സാറിനോട് എന്താ ചെയ്തേ? ഞാനെന്തെങ്കിലും ചെയ്തെന്ന് ആ സാർ ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇന്നലെയും സ്റ്റേഷനിൽ വെച്ച് കണ്ട് വളരെ സന്തോഷമായിട്ടാ പിരിഞ്ഞേ. ഞാൻ വല്ലതും ചെയ്തെങ്കിൽ സാർ എൻ്റെ പേര് കേസെടുക്കൂലേ, ശൗര്യക്കുട്ടി ചോദിച്ചു. ഇവനോട് സംസാരിക്കാൻ നിൽക്കണ്ട, ആരെങ്കിലും ഒന്ന് തുടങ്ങി വെക്ക്, രവീന്ദ്രൻ പറഞ്ഞു. ശശിധരന് ഒരു ഉൾപ്പേടി ഉണ്ടായിരുന്നു. അയാൾ ഗർവാസിസിനെ നോക്കി. സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യൂ സാറേ. ഗോദയിലെത്തിയ ബോക്സിംഗ് ചാമ്പ്യനെ പോലെ മുഷ്ടികൾ കൂട്ടിയിടിച്ച് ഗർവാസിസ് ശൗര്യയുടെ മുൻപിൽ വന്നു നിന്നു. ശൗര്യയെ നോക്കി ഒന്ന് പല്ലിളിച്ചു. ഗർവാസിസ് ഇടത് കൈയിനാണെന്ന ക്ഷണത്തിൽ ശൗര്യക്കുട്ടിക്ക് മനസ്സിലായി. മനസ്സിൽ പെരുപ്പം കൂടുതൽ ഇടത് കൈക്കായിരുന്നു. ഗർവാസിസ് വലത് മുഷ്ടി ശൗര്യക്കുട്ടിയുടെ മുഖത്തിന് നേരെ ഓങ്ങി. അത് ശൗര്യയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഗർവാസിസിന്റെ ഇടം കൈയുടെ ചലനം നിരീക്ഷിച്ച ശൗര്യക്കുട്ടി അനങ്ങാതെ നിന്നു. വലതു മുഷ്ടി ഓങ്ങിയതിന് പിന്നാലെ ഗർവാസിസിന്റെ ഇടതു മുഷ്ടി ശൗര്യക്കുട്ടിയുടെ കവിളിന് നേർക്ക് മിന്നൽ വേഗത്തിൽ വന്നു. ശൗരി വലത്തേക്ക് ഉടൽ ചായ്ച്ച് ഒഴിഞ്ഞു മാറി. നെഞ്ച് മുന്നോട്ട് തള്ളി പിന്നോട്ട് വളഞ്ഞ് വിലങ്ങിട്ട കൈകൾ പൃഷ്ഠത്തിനടിയിലാക്കി. അടുത്ത ക്ഷണം നിലത്ത് വീണ് ഒന്ന് രണ്ട് മറിഞ്ഞെഴുന്നേറ്റു. ഇപ്പോൾ വിലങ്ങിട്ട കൈകൾ ശൗര്യയുടെ വയറിന് മുന്നിലാണ്. തുണിയിൽ പൊതിഞ്ഞ കിലോ കട്ടി കൊണ്ട് നെഞ്ചിന് നേർക്ക് വന്ന ഇടി ശൗരി ഇടത് കൈക്കുള്ളിൽ പിടിച്ചു മുറുക്കി. തുണി പൊതിഞ്ഞ ചുടുകട്ട കൊണ്ടുള്ള ഇടി വലം കൈയിലും പിടിച്ചു. ഇടിച്ചവർക്ക് അവരുടെ ഇടിയായുധം തിരിച്ചെടുക്കാൻ പറ്റിയില്ല. രണ്ടും ശൗര്യക്കുട്ടിയുടെ കയ്യിലായി. അവശേഷിച്ച ആയുധങ്ങൾ കൊണ്ട് 6 പേരും ശൗര്യക്കുട്ടിയെ ആക്രമിച്ചു. അവൻ കൈവിലങ്ങുകൊണ്ടും കയ്യിലുള്ള കിലോ കട്ടികൊണ്ടും ഇഷ്ടിക കൊണ്ടും അവരുടെ ആക്രമണങ്ങളെ തടഞ്ഞു. സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർ ലോക്കപ്പിന് മുന്നിൽ വന്ന് കാഴ്ച കണ്ടു നിന്നു. ശൗരി ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ടാണ് ആക്രമണങ്ങളെ പ്രതിരോധിച്ചത്. അതിനാൽ മുന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും മാത്രമേ അവർക്കവനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചുള്ളൂ. ശൗരി 2 ഭിത്തികൾ കൂടിച്ചേരുന്ന മൂലയിലേക്ക് മാറിയതോടെ ആക്രമണ സാധ്യത പിന്നെയും ചുരുങ്ങി. ഒരേ സമയം 3 പേരിൽ കൂടുതൽ നിൽക്കാനുള്ള സ്ഥലം അവൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ശൗര്യക്കുട്ടി ഒരു ഗെയിം കളിക്കുന്നത്ര ലാഘവത്തോടെ അവരുടെ ആക്രമണത്തെ നേരിട്ടു. ചില ഇടികളും അടികളും ദേഹത്ത് കൊള്ളാൻ അവൻ അനുവദിച്ചു. അവർക്കും എന്തെങ്കിലും ഒരു സംതൃപ്തി കിട്ടിക്കോട്ടെ എന്ന് അവൻ കരുതി. ശൗര്യയെ മർദ്ദിച്ച് കീഴ്പ്പെടുത്താനുള്ള ശ്രമം അവർ ഒടുവിൽ ഉപേക്ഷിച്ചു. ഗർവാസിസിന്റെ കൈകൾക്ക് ഇനി ഒരിടി കൂടി ഇടിക്കാനുള്ള ശേഷി അവശേഷിക്കുന്നില്ലായിരുന്നു. അയാളുടെ ഇടം കൈയിൻ ഇടികളെല്ലാം ശൗര്യക്കുട്ടി കിലോ കട്ടികൊണ്ടും ചുടുകട്ട കൊണ്ടും കൈവിലങ്ങുകൊണ്ടും ആണ് തടഞ്ഞത്. നാഭിയും വയറും ലക്ഷ്യമാക്കി കാൽപ്രയോഗം നടത്തിയവരെയും ശൗര്യക്കുട്ടി ഇടിക്കട്ട കൊണ്ടും കിലോ കട്ടികൊണ്ടും തന്നെ പ്രതിരോധിച്ചു. കൈപ്പത്തികളും കാൽപാദങ്ങളും ചതയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശൗര്യക്കുട്ടി അത്ഭുതകരമായ മെയ് വഴക്കത്തോടെ അവർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്ന പോലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അടിച്ചവർക്കും ഇടിച്ചവർക്കും തൊഴിച്ചവർക്കും അവരുടെ കൈപ്പത്തികളിലും പാദങ്ങളിലും മാത്രമേ പരിക്കേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ശൗര്യക്കുട്ടി അവരുടെ നേർക്ക് പ്രത്യാക്രമണം നടത്തിയെന്ന് തെളിയിക്കാൻ അവരുടെ ഉടലിൽ ഒരിടത്തും ഒരു ക്ഷതവും ഉണ്ടായില്ല. 6 പേരും പിൻവലിഞ്ഞു നിന്നപ്പോൾ ശൗര്യക്കുട്ടി അവരോട് ചോദിച്ചു, കഴിഞ്ഞോ സാറേ? ഗർവാസിസ് ഉടൻ ശൗര്യക്കുട്ടിയെ നോക്കി കണ്ണും കാതും പൊട്ടുന്ന തരത്തിൽ ചീത്ത വിളിച്ചു. ഞാൻ ഇവിടെ വന്ന് കീഴടങ്ങിയവനല്ലേ? ചെയ്ത കുറ്റം സമ്മതിച്ചവനല്ലേ? പിന്നെന്തിനാണ് സാറേ എന്നെ വിലങ്ങ് വെച്ചുകൊണ്ട് നിങ്ങൾ 6 പേരും കൂടെ ഇതിനകത്തിട്ട് ഇടിച്ചത്? കലി പൂണ്ട പോലീസുകാരൻ അവൻ്റെ നേർക്ക് തറപ്പിച്ചു നോക്കി. സാറേ, എനിക്ക് നല്ല ആരോഗ്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ താഴെ വീഴാത്തത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ഇടികൊണ്ട് ചത്തേനെ. ഒരുത്തനെ ലോക്കപ്പിൽ കയറ്റി വിലങ്ങ് വെച്ച്
ഇങ്ങനെയൊക്കെ ചെയ്യണത് വലിയ അക്രമമല്ലേ സാറേ? മിണ്ടരുത് നായിൻ്റെ മോനെ, വായടയ്ക്കടാ. ശശിധരൻ കൈ ചൂണ്ടി ആക്രോശിച്ചുവെങ്കിലും ചൂണ്ടുവിരലൊഴികെ മറ്റേ വിരലുകൾ മടക്കാനുള്ള ശ്രമത്തിൽ വേദനയുടെ കാഠിന്യം കൊണ്ട് ഒടുവിൽ ഞരങ്ങിപ്പോയി. അവൻ്റെ കൈ രണ്ട് പുറകോട്ടാക്കി കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് തല്ല്. കാലും കൂടെ കൂട്ടിക്കെട്ടിയ അവൻ പിന്നെ അനങ്ങത്തില്ല. ലോക്കപ്പിൻ്റെ വാതിൽക്കൽ നിന്ന പോലീസുകാരിലൊരാൾ പറഞ്ഞു, സാറേ, അതൊക്കെ പ്രശ്നമാകും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര അതിക്രമമാണ് കാണിച്ചത്. ഇത് നാളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരും. നിങ്ങൾ 6 പേർക്കും സസ്പെൻഷൻ കിട്ടും, ഉറപ്പാ. ഒരുത്തനെ ഇങ്ങനെ കിലോ കട്ടിയും ചുടുകട്ടിയും വെച്ച് ഇടിക്കാൻ കൊള്ളാവോ സാറേ? ഇതെവിടുത്തെ നിയമമാ? ശൗര്യക്കുട്ടി ചോദിച്ചു. ഇതെങ്ങനെയാടാ വാട്സപ്പിൽ വരുന്നേ, പന്ന റാസ്കൽ? ശശിധരൻ ചീറി. നാളെ നേരം വെളുക്കുമ്പോൾ സാറ് ഫോൺ എടുത്ത് നോക്കിക്കോ, ശൗരി തീർത്ത് പറഞ്ഞു. പോലീസുകാർ സംശയത്തോടെ പരസ്പരം നോക്കി. അവൻ വെറുതെ പറഞ്ഞതാ. പോലീസുകാരിലൊരാൾ പിറുപിറുത്തു. സാറേ, CA ഗണേശൻ സാറിന് സസ്പെൻഷൻ കിട്ടിയതെങ്ങനെയാ? സാറ് പോലും അറിഞ്ഞില്ല. വാട്സപ്പിലോട്ട് വീഡിയോ കയറിപ്പോയത്. ഇതും സാറ് നോക്കിക്കോ. അതിന് വീഡിയോ ക്യാമറ എവിടെ? ഫോൺ എവിടെ? അതൊക്കെ ഈ ലോക്കപ്പിൻ്റെ ഭിത്തിയിലുണ്ട് സാറേ. സാറ് നാളെ കണ്ടറിഞ്ഞാൽ മതി. ഈ സംഘത്തിന് സംശയമായി. ചിലർ ടോർച്ച് തെളിച്ച് ഭിത്തിയും മേൽത്തട്ടും പരിശോധിച്ചു. അവൻ വിരട്ടുന്നതാ, നമ്മൾ വെറുതെ വിഡ്ഢികളാവണ്ട, ശശിധരൻ പറഞ്ഞു. ഗർവാസീസ് അടക്കം പോലീസുകാർ 6 പേരും ലോക്കപ്പ് തുറന്ന് പുറത്തു കടന്നു. അവർ മാറിപ്പോയി നിന്ന് പരസ്പരം കൈകൾ പരിശോധിച്ചു. ഗർവാസീസിന്റെ കൈപ്പത്തി നീര് വന്ന് വിരലുകളൊന്നും അടക്കാൻ പറ്റാതായി. സദാനന്ദന് കൈക്കുഴയ്ക്കാണ് പരിക്ക്. ശശിധരന്റെ വലത് കൈ 3 വിരലുകൾ ചേരയുടെ വണ്ണത്തിലായി. നടുവിരലിൽ കിടന്ന മോതിരം വല്ലാതെ മുറുകി. എവിടെ ഇടിച്ചാലും ചുടുകട്ടിയിലും കിലോ കട്ടിയിലുമൊക്കെ കൈപ്പത്തി ചെന്ന് കൊള്ളുന്നു. അവൻ എങ്ങനെയാ നമ്മുടെ അടിയും ഇടിയുമൊക്കെ കാണുന്നേ? അവൻ്റെ കൈ രണ്ടും എല്ലായിടത്തും എങ്ങനെ എത്തുന്നു? വിലങ്ങൊന്നും അവനൊരു പ്രശ്നമേയല്ല. വിലങ്ങിന് മീതെ ഒരിടി ചെന്ന് കൊണ്ടിട്ട് എൻ്റെ കൈ മുറിഞ്ഞു, സദാനന്ദൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. കയറുകൊണ്ട് കെട്ടിയിട്ട് ഒന്നുകൂടെ നോക്കിയാലോ? ശശിധരൻ ചോദിച്ചു. ഇനി കൈ വയ്യ തല്ലാൻ. കൈയും കാലും കൂട്ടിക്കെട്ടി നിലത്ത് കിടത്തിയിട്ട് ചവിട്ടി തിരുമ്മിയാൽ മതി, ശശിധരൻ പറഞ്ഞു. എബ്രാഹിം സാറ് വിളിക്കുമ്പോൾ നമുക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ? നല്ല പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു, സദാനന്ദൻ നിർദ്ദേശിച്ചു. സാറ് രാവിലെ വരുമ്പോൾ അവൻ നല്ല പയർ മണി പോലെ നിൽക്കുന്നത് കാണില്ലേ? നേരം വെളുത്തപ്പോഴേക്കും അവൻ പിക്കപ്പായതാണെന്ന് വിചാരിച്ചോളും. അതല്ലെങ്കിലും ഒന്നുറങ്ങി തെളിയുമ്പോൾ കുറേ മാറ്റം വരുമല്ലോ. എൻ്റെ വലത് കൈക്ക് നാളെ നേരം വെളുക്കുമ്പോഴേക്കും നല്ല മാറ്റം വരുന്ന ലക്ഷണമാണ്. ശശിധരന് വലത് കൈയുടെ വിരലുകൾ ഇപ്പോഴേ മടക്കാൻ വയ്യ. ഇതിനിടയിൽ ശശിധരൻ്റെ ഫോണിലേക്ക് CA എബ്രാഹിം മാത്യുവിൻ്റെ കോൾ വന്നു. ശശിധരൻ ഇടത് കൈകൊണ്ട് കോൾ എടുത്തു. ഇടത് ചെവിയിലേക്ക് ചേർത്ത് പിടിച്ചു. ശൗര്യക്കുട്ടിയുടെ കാര്യം എന്തായി? കൈകാര്യം ചെയ്തു സർ. നല്ല പോലെ കൊടുത്തോ? കൊടുത്തു സർ, ശശിധരൻ പറഞ്ഞു. ഗർവാസീസ് അവന് ശരിക്കും പെരുമാറിയോ? ഗർവാസീസാണ് തുടങ്ങി വെച്ചത്. പുറകെ ഞങ്ങൾ 5 പേരും കൂടി അവനെ ഇടിച്ച് പഞ്ഞിക്കിട്ടു. അവൻ എണീറ്റ് നിൽക്കാൻ പറ്റുമോടോ? ലോക്കപ്പിൻ്റെ ഭിത്തിയിൽ ചാരി നിൽക്കുവോ സാറേ? അവൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായി എതിർപ്പ് വല്ലതും ഉണ്ടായോ? കൈ രണ്ടും പുറകോട്ടാക്കി വിലങ്ങിട്ടത് അവൻ എങ്ങനെയോ കാലിൻ്റെ ഇടയിൽ കൂടെ മുന്നോട്ടാക്കി എടുത്തു. അത് നിങ്ങൾക്ക് തടയാൻ പറ്റിയില്ലേ? അതിനൊന്നും നേരം കിട്ടിയില്ല സാറേ. അവൻ ഇടി തടയാൻ ശ്രമിച്ചില്ലേ? അഭ്യാസിയാണല്ലോ അവൻ. കുറേയൊക്കെ അവൻ തടഞ്ഞു സാറേ. വിലങ്ങിട്ട കൈ രണ്ടും മുന്നിൽ മറച്ചു പിടിച്ച് മുഖത്തിനുള്ള ഇടിയൊക്കെ അവൻ ബോക്സിംഗുകാർ തടയുന്ന മാതിരി തടഞ്ഞു. അവൻ്റെ കൈ പിടിച്ച് താഴ്ത്തിയിട്ട് മുഖത്തിനിട്ട് തന്നെ പൊട്ടിക്കരുതായിരുന്നോ? സാറ് പറഞ്ഞിരുന്നല്ലോ, അടിയുടെ പാടും മുറിവും ചോരയും ഒന്നും പുറമേ കാണരുതെന്ന്. മുഖത്തൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുമല്ലോ. ഗർവാസിസ് മുഖത്തടിച്ചാൽ പിന്നെ പല്ലൊന്നും വായിൽ കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ മുഖത്തൊന്നും ചെയ്തില്ല സർ. അവനെ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിലാക്കണമായിരുന്നു. ഞങ്ങൾ ഇനിയും അകത്ത് കയറി പെരുമാറണോ സാറേ? ആ, ഇനി വേണ്ട. അവൻ ആഹാരവും വെള്ളവും ഒന്നും കൊടുക്കണ്ട. നാളെ സാറ് വരുമോ? അവനെ നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കണോ? നാളത്തെ കാര്യം ഞാൻ രാവിലെ പറയാം. ശരി, കട്ട് ചെയ്യുകയാ. ഫോൺ ഡിസ്കണക്റ്റായി. ഹോ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ശശിധരൻ എന്തെന്നില്ലാത്ത ആശ്വാസത്തോടെ സഹപ്രവർത്തകരോട് പറഞ്ഞു. താൻ പറഞ്ഞതെല്ലാം സാറ് വിശ്വസിച്ചോ? ഗർവാസിസ് ചോദിച്ചു. സാറിന് സംശയമൊന്നുമില്ല. ഒന്നുമല്ലെങ്കിലും ഗർവാസിസ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സാറിന് അറിയാമല്ലോ. 6 പേരും ചേർന്ന് ഒരുത്തനെ വിലങ്ങ് വെച്ചിട്ട് ഇടിക്കുമ്പോൾ നല്ല പോലെ പെരുമാറി കാണുമെന്നല്ലേ സാറ് കരുതൂ? പക്ഷേ ശശിധരൻ സാറേ, അവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ തോറ്റുപോയതുപോലെ ആയില്ലേ?
ആരോടെങ്കിലും പറയാൻ കൊള്ളാവോ? ഗർവാസിസിന് കലിപ്പ് തീരുന്നില്ല. സാറ് വന്നാട്ടെ, നമുക്കൊന്ന് ക്ഷീണം തീർത്തിട്ട് വരാം. ശശിധരൻ ക്ഷണിച്ചു. 6 പേരും കൂടി വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഷെഡിലേക്ക് നീങ്ങി. കുപ്പിയും ഗ്ലാസുകളും ശശിധരൻ മുന്നേ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുപ്പിയിൽ നിന്ന് വീര്യം പകർന്ന് ഓരോരുത്തർ മാറി മാറി കഴിച്ചു. മിക്സ്ചറിന്റെ പാക്കറ്റ് പൊട്ടിച്ച് പത്രക്കടലാസിൽ വിതറി ജീപ്പിന്റെ സീറ്റിൽ വെച്ചു. കഴിക്കുന്നതിനിടയിൽ ഗർവാസിസ് പറഞ്ഞു, അവന് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ശൗരി. കിട്ടും അവനെ എൻ്റെ കയ്യിൽ എന്നെങ്കിലും. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവൻ്റെ കയ്യിലിരിപ്പ് സാറിന് മനസ്സിലായല്ലോ. അവൻ അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനല്ല. എപ്പോഴെങ്കിലും അവൻ തല കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെച്ച് തരും. ശശിധരൻ പറഞ്ഞു. ഇപ്പം തന്നെ പലരും അവനെതിരായി. കാരക്കാട്ട് സൈമൺ തരകൻ, ആർത്തുങ്കൽ കൊല്ലംപറമ്പിൽ ആൻഡപ്പൻ പീറ്റർ, ആർത്തുങ്കൽ SI ജോൺസൺ, ഇവിടുന്ന് പോയ CI ഗണേശൻ സാറ്, ഇപ്പോൾ വന്നേക്കുന്ന CI എബ്രാഹിം സാറ്, പിന്നെ നമ്മൾ. അവൻ്റെ കാര്യം പോക്ക സാറേ. ഈ രീതിയിൽ അവൻ അധിക നാൾ മുന്നോട്ട് പോകത്തില്ല. അവൻ ജാമ്യത്തിലിറങ്ങി കഴിയുമ്പോൾ ഒരു പെറ്റി കേസ് അടിച്ചു കൊടുത്താൽ മതി, ഗർവാസിസ് പറഞ്ഞു. ഒന്നും വേണ്ട സാറേ, അവൻ ഇങ്ങോട്ട് കൊണ്ടുതരും കേസ്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. വലത് കൈകൊണ്ട് ഗ്ലാസ് പിടിക്കാൻ കഴിയുന്ന ഒരൊറ്റയാൾ മാത്രമേ ആ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ, ഇടത് കൈയിനായ ഗർവാസിസ്. ബൊലീറോ ജീപ്പ് വന്ന് സ്റ്റേഷന്റെ മുറ്റത്ത് നിന്നു. രാവിലെ 8 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. എബ്രാഹിം മാത്യു ആംസ്ലിംഗ് പൗച്ചിലിട്ട വലങ്കൈയോടെ അതിൽ നിന്നിറങ്ങി സ്റ്റേഷനിലേക്ക് വന്നു. ആദ്യം ലോക്കപ്പിന് മുന്നിലേക്കാണ് പോയത്. അതിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ശൗരി. അവനിതുവരെ എണീറ്റില്ലേ? ഡ്യൂട്ടി കോൺസ്റ്റബിളിനോട് എബ്രാഹിം മാത്യു തിരക്കി. ഇല്ല സാറേ, നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. അവൻ ചത്തുകിടക്കുവാണെന്ന് നോക്കിയോ? രാവിലെ ജീവനുണ്ടായിരുന്നു സാറേ. എങ്ങനെ മനസ്സിലായി? ബോഡി അനങ്ങുന്നത് കണ്ടോ? അല്ല സർ, രാവിലെ എണീറ്റ് അവൻ ചായ ചോദിച്ചു. എബ്രാഹിം മാത്യു അമ്പരന്നു. എന്നിട്ട് ചായ കൊടുത്തോ? ഇല്ല സാർ. എങ്ങനെയുണ്ടിപ്പോൾ? അവശനാണോ അതോ? വേണമെങ്കിൽ വിളിച്ചെണീപ്പിക്കാൻ സാർ. വേണ്ട വേണ്ട, കിടന്നോട്ടെ. CI തൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി. 9:30 അഡ്വക്കേറ്റ് തോമസ് രാജനും മറ്റ് 2 പേരും കൂടി എബ്രാഹിം മാത്യുവിൻ്റെ ഓഫീസിലേക്ക് കയറി വന്നു. എന്താ? എബ്രാഹിം മാത്യു സൗമ്യതയൊന്നുമില്ലാതെ ചോദിച്ചു. ശൗരിയെ ജാമ്യത്തിലിറക്കാൻ പറ്റുമോയെന്ന് അറിയാൻ വേണ്ടി വന്നതാ, തോമസ് രാജൻ പറഞ്ഞു. അവൻ നൊട്ടോറിയസ് ക്രിമിനലാണ്. സ്റ്റേഷൻ ജാമ്യത്തിലൊന്നും അവനെ വിടാൻ പറ്റില്ല. കൊലപാതകമൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ സർ. മിസ്റ്റർ തോമസ് രാജൻ, അവൻ ക്രിമിനൽ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അവനെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അതാണ് സർ നല്ലത്. ഇന്ന് തന്നെ ഹാജരാക്കുമല്ലോ അല്ലേ? അത് തീരുമാനിച്ചിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാണല്ലോ. അവനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിലോ? കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നേയുള്ളൂ, CI എബ്രാഹിം മാത്യു ദേഷ്യം കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി ശൗരിയെ ലോക്കപ്പിലിട്ട് ഇടിച്ചതോ? ആര് പറഞ്ഞടോ ഇടിച്ചെന്ന്? എബ്രാഹിം മാത്യു ക്ഷുഭിതനായി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സാർ ഇത് കണ്ടോ? തോമസ് രാജൻ തൻ്റെ മൊബൈൽ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ ഫയൽ സെലക്ട് ചെയ്ത് CIയുടെ മുൻപിലേക്ക് ഫോൺ നീട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുത്തു. ലോക്കപ്പിനുള്ളിൽ ഗർവാസീസ് അടക്കം 6 പോലീസുകാർ. വിലങ്ങിട്ട് നിർത്തിയ ശൗരി. പോലീസുകാർ പൊതിഞ്ഞു നിന്ന് ശൗരിയെ മർദ്ദിക്കുന്നു. കിലോ കട്ടിയും ഇടിക്കട്ടയും കുറുവടിയും എല്ലാമുണ്ട്. വിലങ്ങിട്ട കൈകളിൽ കിട്ടിയ ഇഷ്ടികയും കിലോ കട്ടിയും കൊണ്ട് ശൗരിക്കുട്ടി പ്രതിരോധിക്കുന്നു. CI എബ്രാഹിം മാത്യു അമ്പരപ്പിൽ. തോമസ് രാജനെ തുറച്ചു നോക്കി. സാറേ, ഇന്നലെ രാത്രി ഇവിടുത്തെ ലോക്കപ്പിൽ നടന്ന അംഗമായി കാണുന്നത്. സോഷ്യൽ മീഡിയയിലോട്ട് കയറ്റിവിടണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുവാണോ? സർ, പുന്നപ്ര സ്റ്റേഷനിൽ നിന്ന് ഗർവാസീസ് എന്ന ഹെഡ് കോൺസ്റ്റബിൾ വന്ന് ഇടിക്കുന്ന ഇടി കണ്ടോ? അയാൾക്കെന്താ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗം? CI ആ വീഡിയോ ഒന്നുകൂടി കാണിക്കാൻ തോമസ് രാജനോട് ആവശ്യപ്പെട്ടു. ഇനി ഇത് സർ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ മതി. ഒരാൾ പ്രതിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ലോക്കപ്പിലിട്ട് ഇങ്ങനെയൊന്നും ഇടിക്കാൻ വകുപ്പില്ലല്ലോ. ഇതാരും മൊബൈലിലെടുത്തു? രാത്രി 12 മണിക്ക് ഇവിടുത്തെ ലോക്കപ്പിൽ നടന്ന സംഗതിയല്ലേ? CI സംശയത്തോടെ തോമസ് രാജനെ നോക്കി. സാറേ, അവനുണ്ടല്ലോ ശൗരി, അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടാ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത്. സാറിനറിയാൻ വയ്യാത്ത ഒരു കാര്യം ഞാൻ പറയാം. ശൗരിക്ക് സാറിനേക്കാൾ മുകളിലുള്ളവരുമായിട്ട് പിടിപാടുണ്ട്. സാറിൻ്റെ താഴെയുള്ളവരുമായിട്ടും നല്ല പിടിപാടാ, തോമസ് രാജൻ വെളിപ്പെടുത്തി. സ്റ്റേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കും ലോക്കപ്പിലെ മർദ്ദന ദൃശ്യം ക്യാമറയിൽ പകർത്തിയതെന്ന് എബ്രാഹിം മാത്യു ഊഹിച്ചു. രാത്രി 12 മണിക്ക് പുറമേ നിന്ന്
ആരും വന്ന് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കള്ളൻ കപ്പലിൽ തന്നെയെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിക്കണമെന്നും അയാൾ നിശ്ചയിച്ചു. സർ, ഞാൻ അല്പം വിലപേശാൻ വേണ്ടി വന്നതാ. സ്റ്റേഷൻ ജാമ്യത്തിൽ സാർ അവനെ വിട്ടയക്കുവാണെങ്കിൽ ഈ ലോക്കപ്പ് മർദ്ദനമൊക്കെ ഈ ഫോണിൽ തന്നെ കിടന്നോളും. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന ഈ പോലീസുകാരെല്ലാം കുടുങ്ങും. അവർ പറയും സാറ് പറഞ്ഞിട്ടാണെന്ന്. അത് സാറിന് ക്ഷീണമല്ലേ? താൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഒലത്തടോ. ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി. താൻ എന്നെ പ്രൈബ് ചെയ്യാൻ നോക്കുന്നോ? എബ്രാഹാം മാത്യു പൊട്ടിത്തെറിച്ചു. ഓക്കെ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഞാൻ സാർ എന്ന് വിളിക്കുന്നത് നിങ്ങളിരിക്കുന്ന കസേരയോടുള്ള ബഹുമാനം കൊണ്ടാ. ഞാൻ നിങ്ങളെക്കാൾ താഴെയാണെന്നോ നിങ്ങൾ എന്നേക്കാൾ വലിയവനാണെന്നോ വിചാരിച്ചിട്ടല്ല. പോട്ടെ. തോമസ് രാജനും കൂടെ വന്നവരും ഓഫീസിൽ നിന്നിറങ്ങി ഹാളിലേക്ക് പോയി. ഇടത് കൈ ചുരുട്ടി മേശയിൽ ഇടിച്ചുകൊണ്ട് സിയെ കസേരയിലേക്കിരുന്നു. തോമസ് രാജനും സംഘവും സ്റ്റേഷനിൽ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ചെന്ന് കയറുമ്പോഴേക്ക് റൈറ്റർ രാമകൃഷ്ണൻ വേഗം അവരുടെ സമീപമെത്തി. പിണങ്ങി പോവുകയാണോ സാറേ? അയാൾ തോമസ് രാജനോട് ചോദിച്ചു. ഞാൻ ആരോട് പിണങ്ങാൻ സാറേ? നമുക്കതിന് സംസാരിച്ചൊരു ധാരണയിലെത്തുന്നതല്ലേ ബുദ്ധി. എനിക്കൊരു വിരോധവും ഇല്ല. ഞാനെപ്പോഴും ഒത്തുതീർപ്പിൻ്റെ ആളാണ് സാറേ. അവനെ കോടതിയിൽ ഹാജരാക്കാതെ പറ്റില്ല. പക്ഷേ റിമാൻഡ് ആവശ്യപ്പെടുന്നില്ല. സാറിന് കോടതിയിൽ നിന്ന് അവനെ ജാമ്യത്തിലെടുത്തുകൊണ്ട് പോകാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പോട്ടെ സാറേ. മതി, അങ്ങനെ മതി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് കടുംപിടുത്തമൊന്നുമില്ല. തോമസ് രാജൻ സൗമ്യനായി പറഞ്ഞു. എന്നാൽ നിങ്ങൾ കോടതിയിലോട്ട് വന്നാൽ മതി. റൈറ്റർ രാമകൃഷ്ണൻ തിരികെ പോയി. CI എബ്രാഹാം മാത്യു ആംസ്ലിംഗ് പൗച്ച് അഴിച്ചു മാറ്റിവെച്ചിട്ട് ശൗര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. വിലങ്ങ് വയ്ക്കപ്പെട്ട നിലയിൽ പോലീസുകാർ ശൗര്യയെ CIയുടെ ഓഫീസ് റൂമിലെത്തിച്ചു. എബ്രാഹാം മാത്യു അവനെ അടിമുടി നോക്കി. ആവശ്യത തോന്നിപ്പിക്കാനായി ശൗരി അല്പം വളഞ്ഞാണ് നിന്നത്. ആരടാ ഇന്നലത്തെ ലോക്കപ്പ് സംഭവം വീഡിയോ പിടിച്ചത്? വീഡിയോ പിടിച്ചോ? എനിക്കറിയില്ല സാറേ. ശൗര്യക്കുട്ടി പറഞ്ഞു. നിന്നെ പോലീസുകാരിടിക്കുന്നത് ഇപ്പം നിന്റെ വക്കീൽ മൊബൈലിൽ കാണിച്ചല്ലോ. എങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും സാറേ. ആരൊക്കെയാണ് നിന്റെ ഫ്രണ്ട്സ്? കുറേ പേരുണ്ട് സാറേ. ഇവിടെ ഈ സ്റ്റേഷനിൽ നിനക്ക് പോലീസ് ഫ്രണ്ട്സോ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് സാറേ. അതാരൊക്കെയാ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്? അത് ഫ്രണ്ട്സിനെ അറിയത്തുള്ളൂ. എബ്രാഹാം മാത്യുവിന് ചാടി എഴുന്നേറ്റ് അവൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൈ വയ്യ. സാറേ, സാറിന് എന്നോട് ഭയങ്കര കലിപ്പ. സാറിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. എന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് സാറിനോട് ഒരു ദേഷ്യവും ഇല്ല. നമ്മൾ തമ്മിൽ എന്തിനാ വഴക്ക്? വഴക്ക് വല്ലവർക്കും വേണ്ടി? നമ്മളോ? നീ ആരടാ നായിൻ്റെ മോനെ? എന്നെയും നിന്നെയും കൂടെ നീ കൂട്ടിച്ചേർക്കുന്നോ? നമ്മൾ? സാറേ, ഇത് മാറ്റി പറയേണ്ടി വരും, ഉറപ്പാ. അതിന് മറുപടിയായി ഒരു ചീത്ത പറയാൻ ഭാവിക്കുമ്പോഴേക്കും CIയുടെ ഓഫീസിന് മുന്നിലേക്ക് 2 പേർ വന്നു നിന്നു. വായിൽ വന്നത് വിഴുങ്ങിയിട്ട് എബ്രാഹാം മാത്യു ആഗതരുടെ നേർക്ക് നോക്കി. അറയ്ക്കൽ ചാർലി സേവ്യറും മകൾ സോണിയ റോസുമായിരുന്നു അത്. ആരാ? എന്താ വേണ്ടത്? സർ, ഒരു കംപ്ലൈൻറ്റ് തരാൻ വേണ്ടി വന്നതാ, ചാർലി സേവ്യർ പറഞ്ഞു. സോണിയ റോസ് ചാർലി സേവ്യറിനെ തോണ്ടി. അയാൾ മകളെ നോക്കി. ദാ നിൽക്കുന്നു അവൻ. സോണിയ റോസ് ശൗര്യയെ നോക്കി അടക്കം പറഞ്ഞു. അകത്തേക്ക് വരൂ, CI എബ്രാഹാം മാത്യു ഗൗരവം വിടാതെ പറഞ്ഞു. അവർ CIയുടെ മേശയ്ക്ക് മുന്നിലെത്തി. ഹായ് സോണിയ റോസ്. ശൗര്യക്കുട്ടി വിലങ്ങിട്ട് 2 കൈ ഉയർത്തി അവൾക്ക് അഭിവാദ്യം നൽകി. വളരെയധികം പരിചയമുള്ള മട്ടിൽ ശൗര്യക്കുട്ടി മുന്നിൽ നിൽക്കുന്ന സുന്ദരിയായ യുവതിയോട് പെരുമാറുന്നത് കണ്ട് എബ്രാഹാം മാത്യു ആശ്ചര്യത്തിൽ 2 പേരെയും മാറി മാറി നോക്കി. സോണിയ റോസിൻ്റെ മുഖത്ത് നാണക്കേടും ദേഷ്യവും ഇരമ്പിക്കയറി. സോണിയുടെ പപ്പയാണല്ലോ, ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ചാർലി സേവ്യറെ നോക്കി സൗഹാർദ്ദത്തോടെ ശൗര്യക്കുട്ടി പറഞ്ഞു. എന്നിട്ട് എബ്രാഹാം മാത്യുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. സാറേ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാ ഇത്. പേര് സോണിയ റോസ്. എബ്രാഹാം മാത്യു അന്തം വിട്ടു. ഞാൻ ഇയാളെ കല്യാണം കഴിക്കുന്ന ആര് പറഞ്ഞു? സോണിയ റോസ് ദേഷ്യം പൂണ്ടു. നീ എന്നെയല്ല, ഞാൻ നിന്നെ. ശൗര്യക്കുട്ടി തിരുത്തി. എൻ്റെ പട്ടിക്ക് വേണ്ട ഇയാളെ. നിന്റെ പട്ടിയെ എനിക്കും വേണ്ട. എന്താ പ്രശ്നം? നിങ്ങൾ ആരാണ്? എബ്രാഹാം മാത്യു ചാർലി സേവ്യറിനോട് തിരക്കി. സർ, ഞാൻ അറയ്ക്കൽ ചാർലി സേവ്യർ. എൻ്റെ മോളാണിത്. ഞാനൊരു കംപ്ലൈൻറ്റുമായി വന്നതാണ്. എന്ത് കംപ്ലൈൻറ്റ്? സർ, ഈ നിൽക്കുന്ന തെമ്മാടി എൻ്റെ മകളെ ഭീഷണിപ്പെടുത്തി. 2-3 ദിവസം മുമ്പാണ് സംഭവം. കാരക്കാട്ട് സൈമൺ തരകൻ്റെ വീട്ടിൽ പോയതായിരുന്നു എൻ്റെ മോളും കൂട്ടുകാരികളും. റോഡിൽ ഇയാൾ അവരെ തടഞ്ഞു നിർത്തി. എൻ്റെ മോളോട് അനാവശ്യം പറഞ്ഞു.
അതിന് എൻ്റെ മോളുടെ കൂട്ടുകാരികൾ ദൃക്സാക്ഷികളാണ്. എന്താ ഇവൻ പറഞ്ഞത്? എബ്രാഹിം മാത്യു ചോദിച്ചു. എൻ്റെ മോളെ ഇവൻ കല്യാണം കഴിക്കുമെന്ന്. സാറേ, അതൊരു അനാവശ്യമാണോ? എൻ്റെ ന്യായമായ ആവശ്യമാണ് ഞാൻ പറഞ്ഞത്. ഇവളുടെയും ഇവളുടെ കുടുംബത്തിൻ്റെയും സമ്മതമില്ലാതെ ഇവളെ കല്യാണം കഴിക്കാൻ നീ ആരാണെന്നാ നിന്റെ വിചാരം? മഹാരാജാവോ? എബ്രാഹിം മാത്യു ശൗര്യയുടെ നേർക്ക് ആക്രോശിച്ചു. ഇവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവളെ അങ്ങ് കല്യാണം കഴിച്ചാലോന്ന്. എൻ്റെ ഒരാഗ്രഹം അതൊരു തെറ്റാണോ സാറേ? ശൗര്യ തർക്കിച്ചു. നിനക്ക് അങ്ങനെ വല്ല താല്പര്യവും ഉണ്ടെങ്കിൽ നീ ഇവളുടെ മാതാപിതാക്കളെ കണ്ട് ആലോചിക്കുകയല്ലേ വേണ്ടത്? എബ്രാഹിം മാത്യു ചോദിച്ചു. സാറേ, ഇവൾക്കിഷ്ടമാണോന്ന് അറിയണ്ടേ? അതല്ലേ ആദ്യം വേണ്ടത്. അവൾക്കിഷ്ടമാണെങ്കിൽ മാത്രം ഇവളുടെ വീട്ടുകാരോട് ചോദിച്ചാൽ മതിയല്ലോ. എനിക്കിഷ്ടമല്ല, ഞാനത് അപ്പോഴേ പറഞ്ഞു. സോണിയെ വെളിപ്പെടുത്തി. അവൾക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നേത്തിനാ നീ അവളെ ഉപദ്രവിക്കുന്നേ? ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത് ഇഷ്ടമല്ലെന്ന്, ശൗരി പറഞ്ഞു. എന്നിട്ടിപ്പോഴും നീ പറഞ്ഞത് നീ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണാണെന്നല്ലേ? സാറേ, എൻ്റെ മനസ്സിലെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. ഇനി നീ ആഗ്രഹിക്കേണ്ട. അവൾ പറഞ്ഞത് കേട്ടല്ലോ. സാറേ, മനുഷ്യൻ്റെ മനസ്സല്ലേ, ആശയ്ക്ക് അതിരുണ്ടോ? എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് സാറേ, ഇവളുടെ മനസ്സ് മാറിയെങ്കിലോ? ഇത്രയും ആയപ്പോൾ ചാർലി സേവ്യർ മുന്നോട്ട് കയറി നിന്നു. ശൗര്യയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി. എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ നീ ആരാടാ? എൻ്റെ വീട്ടിലെ പട്ടിയുടെ വിലയുണ്ടോടാ നിനക്ക്? തെണ്ടി, എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞു നടന്ന് 5-6 കാശ് കയ്യിൽ കിട്ടിയപ്പോൾ തെമ്മാടിത്തരം കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നിനക്ക് അറയ്ക്കൽ ചാർലിയെ ശരിക്കറിയില്ല. അത് ശരിയാ, സോണിയ റോസിൻ്റെ പപ്പയാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കൂടുതൽ അറിയാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഇപ്പം ഞാൻ എൻ്റെ മോളെയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നത് നിനക്കെതിരെ പരാതിയുമായിട്ടാ. പോലീസിൽ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മര്യാദ മാത്രമാ. ഇനി എൻ്റെ മോളോട് നീ മോശമായിട്ട് പെരുമാറിയ പിന്നെ നീ മുട്ടുകാലിൽ എഴഞ്ഞേ നടക്കത്തുള്ളൂ. ഈ പറഞ്ഞത് തിരിച്ചും സംഭവിക്കാം, ശൗരി പറഞ്ഞു. നിന്നെ പോലത്തെ ചെറ്റിയോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ വന്നതാ. ചാർലി തിരിഞ്ഞ് സോണിയെ നോക്കിയിട്ട് പറഞ്ഞു. ആ പരാതി കൊടുത്തേക്കു മോളെ. പരാതി ഉള്ളടക്കം ചെയ്ത എൻവലപ്പ് സോണിയ റോസ് CIക്ക് നേരെ നീട്ടി. CI അത് വാങ്ങി കവർ തുറന്ന് പരാതി കടലാസ് എടുത്ത് ഒന്ന് കണ്ണോടിച്ചു. സാറേ, അറയ്ക്കൽ ചാർലി വിളിച്ചു. സംഭവം നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. 2 ദിവസം കഴിഞ്ഞാ വരാൻ പറ്റിയത്. അല്ലെങ്കിൽ അന്നേ ഞാൻ പരാതി തന്നേനെ. ഇവൻ എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഇതവൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാനും വീട്ടുകാരും എതിർത്താലും ഇല്ലെങ്കിലും ഇവളെ കല്യാണം കഴിക്കുമെന്ന്. സത്യമാണോടാ? നീ ഇദ്ദേഹത്തിൻ്റെ മോളെ ഭീഷണിപ്പെടുത്തിയോ? CI കയർത്തു. എൻ്റെ ആഗ്രഹം പറഞ്ഞതാ സാറേ. ഇവക്ക് അത് ഭീഷണിയായിട്ട് തോന്നിയത് എൻ്റെ കുറ്റമാണോ? എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തെന്നും കാരക്കാട്ട് സൈമൺ പപ്പയുടെ മകൻ ഡാൻഡസ് ആണ് എൻ്റെ വുഡ്ബി എന്നും ഞാൻ ഇയാളോട് പറഞ്ഞിരുന്നു സാറേ. അപ്പോൾ എന്നോട് പറയുക ആ കല്യാണം നടക്കില്ല, മുടക്കുന്ന്. CI ശൗര്യയെ രൂക്ഷമായി നോക്കി. ശൗരി ചെറിയൊരു കള്ളലക്ഷണത്തിൽ സോണിയ റോസിനെ നോക്കി. എന്നാലെങ്കിലും ഇവൾ മനസ്സ് മാറട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. പക്ഷേ എനിക്കിപ്പോഴും നല്ല പ്രതീക്ഷയാ. അവസാന നിമിഷം ഇവള് മനസ്സ് മാറ്റും. എടാ, അവളുടെ കല്യാണം ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞില്ലേ കാരക്കാട്ടെ? ആരാ? CI സോണിയയെ നോക്കി. ഡാൻഡസുമായുള്ള കല്യാണം തീരുമാനിച്ചിരിക്കുന്നിടത്ത് നിനക്ക് എന്ത് കാര്യം? സാറേ, അവൻ്റെ കല്യാണം ഞാൻ കഴിക്കും, ശൗരി തറപ്പിച്ച് പറഞ്ഞു. CI അവനെ ഉഗ്രമായി നോക്കി. സാറേ, അതെൻ്റെ ഒരു വീക്ക്നെസ്സാ. നിന്റെ വീക്ക്നെസ് ഞാൻ തീർത്തു തരാം. നീ പുറത്തോട്ട് വാ. ചാർലി സേവ്യർ കടപ്പല്ല ഞെരിച്ചു. നിങ്ങൾ എന്തിനാ പപ്പ എന്നെ കടിച്ചു തിന്നാൻ വരുന്നേ? ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയോ? ഇല്ലല്ലോ. ചീത്ത വിളിച്ചോ? ഇല്ലല്ലോ. നിങ്ങളുടെ മകളെ കയറി പിടിച്ചാ? അതും ഇല്ല. മനസ്സിലെ ആശയും എൻ്റെ തീരുമാനവും പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. വായടയ്ക്കടാ റാസ്കൽ, CI ആക്രോശിച്ചു. എന്നിട്ട് ചാർലിയോട് പറഞ്ഞു, ഇവൻ്റെ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ശരി സാർ. സാറിനെ വിശ്വസിച്ച് ഞാൻ എൻ്റെ മോളെ കൂട്ടി പോവുകയാണ്. ചാർലി സോണിയ റോസിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നടന്നു. സോണിയ, ശൗര്യ വിളിച്ചു. ആ വിളിയുടെ അതീശബ്ദത്തെ ചെറുക്കാൻ കഴിയാതെ അവൾ തല തിരിച്ചു നോക്കി. ഒന്നുമല്ലെങ്കിലും ഒരിക്കൽ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ? എനിക്കെതിരെ നീ പരാതി കൊടുത്തത് തീരെ ശരിയായില്ല കേട്ടാ. സോണിയ റോസ് തിരിഞ്ഞ് അവനെ നോക്കി. അതിൻ്റെ വില അന്നേ തന്നു തീർത്തതാ, അവൾ പറഞ്ഞു. നീ അന്നെൻ്റെ കഴുത്തിലിട്ട സ്വർണ്ണ ചെയിനല്ലേ? അത് ഞാൻ നിന്റെ കഴുത്തിലോട്ട് തിരിച്ചിടുമ്പം പിന്നെ നീ എനിക്ക് കടക്കാരിയാകുമല്ലോ. വീട്ടിൽ വന്ന് എൻ്റെ പെണ്ണായിട്ട് നീ ജീവിച്ചു തീർക്കേണ്ട കടമയാത്.
നീ വാ മോളെ, അവനോട് ചെലയ്ക്കാൻ നിൽക്കണ്ട. ചാർലി സേവ്യർ മകളുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. നീ എന്താ പറഞ്ഞത്? അവളുടെ ജീവൻ രക്ഷിച്ചെന്നോ? CA ചോദിച്ചു. സത്യമാ സാറേ, കടലെടുത്തോണ്ട് പോയതാ അവളെ. 1/2 കിലോമീറ്റർ നീന്തി ചെന്ന ഞാൻ അവളെ പിടിച്ചോണ്ട് വന്നത്. ഞാനന്ന് കടലിൽ ചാടി രക്ഷിച്ചില്ലെങ്കിൽ അവളില്ല സാറേ. അതെന്നാ അങ്ങനെയൊരു സംഭവം? 10-15 കൊല്ലം മുമ്പാ. എനിക്കന്ന് 10 വയസ്സ് തികഞ്ഞിട്ടില്ല. അന്ന് ഈ ചാർലി സേവ്യർ ഉണ്ടല്ലോ, അവളുടെ പപ്പ, അയാളും ഇവളും ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു. അവളെ രക്ഷിച്ചതിൻ്റെ സമ്മാനമായിട്ട് ഒരു സ്വർണ്ണമാല അവളെ കൊണ്ട് എൻ്റെ കഴുത്തിലിടിച്ചു. അവൾ എന്നെ കെട്ടിയ പോലൊരു നാണമായിരുന്നു എനിക്കന്നേരം. എനിക്ക് മറക്കാൻ പറ്റുമോ? നീ സമ്മാനം വാങ്ങിച്ചപ്പോൾ ആ കടപ്പാട് തീർന്നില്ലേ? എവിടെ തീരാനാ സാറേ? ഇത്തിരി പൊന്നിൻ്റെ വിലയുള്ളോ ആ പെണ്ണിൻ്റെ ജീവന്? എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല. അവൾക്ക് വേറെ കല്യാണവും ഉറപ്പിച്ചു. അതിനിടയ്ക്ക് നീ നുഴഞ്ഞു കയറുന്നത് അടി വാങ്ങിക്കാൻ വേണ്ടിയല്ലേ? സാറേ, എൻ്റെ അവകാശം കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആർക്കും. ആറിനറിയാഞ്ഞിട്ടാ പത്രത്തിലൊക്കെ വാർത്ത വന്നതാ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ ഒരുപാട് പൊക്കി. സ്കൂളിലെ അസംബ്ലിയിലെ ഹെഡ് മാസ്റ്റർ എന്നെപ്പറ്റി പ്രസംഗം പറഞ്ഞ് വലിയ സംഭവമായിരുന്നു സാറേ. അതൊക്കെ പണ്ട്. ഇനി മേലിൽ നീ അവളെ ശല്യപ്പെടുത്തിയെന്നറിഞ്ഞാൽ നിന്റെ പേരിൽ ഞാൻ പീഡന കേസെടുക്കും. ശല്യപ്പെടുത്താനൊന്നും പോവത്തില്ല സാറേ. പക്ഷെ സാറ് നോക്കിക്കോ, ഞാൻ അവളെ കിട്ടും. കല്യാണത്തിന് സാറിനെ ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. സാറ് വരണം, വരാതിരിക്കല്ലേ. നിനക്കെന്താ പ്രാന്തുണ്ടോ ശൗരി? ഈ കാര്യത്തിലുണ്ട് സാറേ, നീ അനുഭവിക്കും. സാറേ, ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല. ഞാൻ വിചാരിക്കുന്നത് നടത്തും. അതിനുള്ള സോഴ്സും ഫോഴ്സും റിസോഴ്സും ഒക്കെ ഉണ്ടായിട്ടാ പറയുന്നേ. ശൗര്യയുടെ സ്വരം മുറുകി. തന്തയില്ലാത്തവനായിട്ട് 24 കൊല്ലം ജീവിച്ചവനാ ഞാൻ. ഇനി എനിക്ക് തന്തയ്ക്ക് പിറന്നവനായിട്ട് ജീവിക്കണം സാറേ. 24 കൊല്ലമൊന്നും വേണ്ട, വെറും 2 കൊല്ലം. ശൗര്യയുടെ വാക്കുകളിൽ തീപ്പൊരി മിനുങ്ങി. നീ ഒരു സംഭവമാണ് അല്ലേട റാസ്കൽ. സാറേ, കൂടുതൽ പരിചയപ്പെട്ട് വരുമ്പോൾ സാറിന് തോന്നും ഇവനെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോന്ന്. എനിക്ക് സാറിനോട് ഒരു വിരോധവുമില്ല. സാറ് സാറിൻ്റെ ജോലി ചെയ്യുന്നു. ഞാൻ സാറിൻ്റെ ജോലിക്ക് ഒരിക്കലും പാര വയ്ക്കില്ല. സാർ എനിക്കും പാര വയ്ക്കല്ല്. ശൗരി ഒരപേക്ഷാ രൂപത്തിലും ഇത്തിരി താക്കീതിൻ്റെ മട്ടിലുമായി പറഞ്ഞു. നീ എൻ്റെ സർക്കിളിനുള്ളിൽ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ഞാൻ നിന്നെ പൊക്കും. യാതൊരു ദാക്ഷിണ്യവും വിചാരിക്കണ്ട. മര്യാദയ്ക്ക് ജീവിച്ചാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. സാറേ, അതാണല്ലോ പ്രശ്നം. എനിക്ക് കിട്ടിയ മര്യാദക്കേട് മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ ഈ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ആന്ധ്രാപ്രദേശത്ത് സുഖമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നെ ദ്രോഹിക്കാനാണെങ്കിൽ സാറ് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്, നമുക്ക് 2 പേർക്കും. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോടാ? നീ ആരായാലും എനിക്ക് പുല്ല, മനസ്സിലായോ? ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് ശമ്പളം തരുന്നത്. സാറേ, എനിക്ക് സാറിനോട് വിരോധമില്ലെന്നാ പറഞ്ഞത്. എനിക്ക് വിരോധിക്കേണ്ട. ആ പോ, നിന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും ഇപ്പം തന്നെ. CA എബ്രാഹാം മാത്യു ശശിധരനെ വിളിച്ച് ശൗര്യയെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. 11:30 മണിക്ക് ശൗര്യയെ കയറ്റിയ പോലീസ് വാഹനം കോടതി വളപ്പിലെത്തി. ശൗര്യയെ ജാമ്യത്തിലിറക്കാനുള്ള അഡ്വക്കേറ്റും സഹായികളും കോടതി വരാന്തയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി 3 കാറുകൾ, അതും വിലപിടിച്ചവ, ആഞ്ചലോസിൻ്റെ വീടിൻ്റെ പരിസരത്ത് റോഡിൽ വന്നു നിന്നു. എല്ലാ കാറിലും നിറച്ച ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ഇറങ്ങി എമിലിയുടെ മുറ്റത്ത് വന്നപ്പോഴേക്കും മുറ്റം നിറഞ്ഞു. ചൂണ്ട കെട്ടിക്കൊണ്ട് തിണ്ണയിലിരുന്ന ആഞ്ചലോസ് ലേശം ഭയപ്പാടോടെ എഴുന്നേറ്റു. വാതിൽക്കൽ വന്ന് നോക്കിയ ജാനറ്റ് എമിലിയെ വിളിച്ചു. എമിലി തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. അമ്പരപ്പോടെ ആൾക്കൂട്ടത്തെ നോക്കി. ഗുണ്ടകളോ റൗഡികളോ അല്ല ആരും. ധാടിയിലും മോടിയിലും വേഷം ധരിച്ചവർ. റോഡിൽ ആഡംബര കാറുകൾ. ഏറ്റവും മുന്നിൽ നിന്ന ആളെ മുൻപരിചയമുണ്ടെന്ന് എമിലിക്ക് തോന്നി. എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അയാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, എൻ്റെ പേര് ചാർലി സേവിയർ. അറക്കൽ എന്നാണ് വീട്ടുപേര്. ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മകന് ഒരു സമ്മാനം കൊടുക്കാനാ. സ്വർണ്ണ ചെയിൻ. എൻ്റെ മോളെ കടലിൽ നിന്ന് രക്ഷിച്ചതിന്. ഇപ്പം വന്നത് ഉപദ്രവിക്കരുതെന്ന് പറയാനാ. ഉപദ്രവിച്ച ഒരു തവണയും കൂടി ഞാൻ വരും, നിങ്ങളുടെ മകൻ്റെ നെഞ്ചത്ത് വയ്ക്കാൻ ഒരു റീത്തുമായിട്ട്. ചാർലി സേവ്യർ കടുപ്പിച്ച് തന്നെ പറഞ്ഞു. അടുത്ത ഭാഗം നാളെ.